നമസ്കാരം. CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. +2 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം പ്രഖ്യാപിച്ചു. 77.97% വിദ്യാർത്ഥികൾ തുടർ പഠനത്തിന് യോഗ്യത നേടി. സംസ്ഥാനത്തെ പൂർണ്ണമായി അഴിമതി മുക്തമാക്കുക ലക്ഷ്യമിട്ട് പ്രോജക്ട് സീറോ കർമ്മ പദ്ധതിയുമായി ആഭ്യന്തര വകുപ്പ്. അസോസിയേഷൻ ഓഫ് എഞ്ചിനീയേഴ്സ് കേരള ജില്ലാ സെന്ററിന്റെ നേതൃത്വത്തിൽ അടിച്ചിൽ തൊട്ടി ആദിവാസി ഉന്നതിയിൽ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായി ചുമതലയേറ്റ റോജി M. ജോണിന് അങ്കമാലി നഗരസഭയുടെ നേതൃത്വത്തിൽ പൗരസ്വീകരണം ഒരുക്കി. സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു. പവന് 360 രൂപയാണ് കുറഞ്ഞത്. വാർത്തകൾ വിശദമായി. +2 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം പ്രഖ്യാപിച്ചു. 77.97% വിദ്യാർത്ഥികൾ തുടർ പഠനത്തിന് യോഗ്യത നേടി. വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീനാണ് ഫലം പ്രഖ്യാപിച്ചത്. ഈ വർഷം ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 4.52 ലക്ഷം വിദ്യാർത്ഥികളും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 26,822 വിദ്യാർത്ഥികളുമാണ് പരീക്ഷ എഴുതിയത്. മാർച്ച് 6 മുതൽ 26 വരെയാണ് ഹയർ സെക്കൻഡറി പരീക്ഷ നടന്നത്. ജൂൺ 29 മുതൽ ജൂലൈ 3 വരെ പരീക്ഷ നടത്തും. 2,90,398 പേർ പരീക്ഷ യോഗ്യത നേടി. കഴിഞ്ഞ വർഷം ഹയർ സെക്കൻഡറി പരീക്ഷയിൽ 77.81%, VHSCയിൽ 70.06% വിജയിച്ചിരുന്നു. മുൻ വർഷത്തേക്കാൾ വിജയ ശതമാനത്തിൽ നേരിയ വർധനവുണ്ട്. സയൻസ് ഗ്രൂപ്പ് 84.55%, ഹ്യൂമാനിറ്റീസ് 66.38%, കോമേഴ്സ് 74.74% എന്നിവയാണ് വിജയ ശതമാനം. സർക്കാർ സ്കൂൾ വിജയ ശതമാനം 72.66%. എയ്ഡഡ് സ്കൂളുകളുടെ വിജയ ശതമാനം 82.82%. അൺഎയ്ഡഡ് സ്കൂളുകളുടെ വിജയ ശതമാനം 85.67%. സ്പെഷ്യൽ സ്കൂൾ വിജയം സയൻസ് വിഭാഗത്തിൽ 1,58,836 കുട്ടികളുണ്ട്. ഹ്യൂമാനിറ്റീസിൽ 50,398 പേരും കോമേഴ്സിൽ 81,147 കുട്ടികളും ഉപരിപഠനത്തിന് യോഗ്യത നേടി. 30,561 കുട്ടികൾക്ക് മുഴുവൻ വിഷയങ്ങൾക്കും A+ ലഭിച്ചു. കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതലാണിത്. വിജയ ശതമാനം ഏറ്റവും കൂടുതൽ ഇടുക്കിയും കുറവ് കാസർഗോഡുമാണ്. 100% വിജയം കരസ്ഥമാക്കിയത് 76 സ്കൂളുകളാണ്. ഇതിൽ 9 സ്കൂളുകൾ സർക്കാർ സ്കൂളാണ്. 30 അൺഎയ്ഡഡ് സ്കൂളുകളും ഉൾപ്പെടുന്നു. 50 പെൺകുട്ടികൾക്കും 10 ആൺകുട്ടികൾക്കും 1200-ൽ 1200 മാർക്കും ലഭിച്ചു. സംസ്ഥാനത്തെ പൂർണ്ണമായി അഴിമതി മുക്തമാക്കുക ലക്ഷ്യമിട്ട് പ്രോജക്ട് സീറോ കർമ്മ പദ്ധതിയുമായി ആഭ്യന്തര വകുപ്പ്. ജനങ്ങളുടെ സഹായത്തോടെ പദ്ധതി നടപ്പിലാക്കുമെന്നും അഴിമതി കണ്ടാൽ ജനങ്ങൾക്ക് ഇനി മുതൽ നേരിട്ട് അറിയിക്കാമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. അഴിമതിക്കാരായ ഒരു ഉദ്യോഗസ്ഥരെയും നേതാക്കളെയും വെറുതെ വിടില്ല. അവരെ വിജിലൻസ് നിരീക്ഷിക്കും. വിജിലൻസ് മിന്നൽ പരിശോധനകൾ തുടരും. പാവപ്പെട്ടവന് പണം കൊടുക്കാതെ ആവശ്യങ്ങൾ നേടിയെടുക്കാനാകണം. പണം കൊടുത്ത് കാര്യം നടത്തുന്ന നിലപാട് ഉപേക്ഷിക്കണം. സർക്കാരിൽ നിന്ന് ലഭിക്കുന്നത് ആനുകൂല്യങ്ങളല്ല, അവകാശമാണ്. ജനങ്ങളുടെ സഹായമുണ്ടെങ്കിൽ പദ്ധതി വിപ്ലവമാകുമെന്നും ചെന്നിത്തല പറഞ്ഞു. അഴിമതി കൂടുതൽ ഡിജിറ്റൽ മാർഗം വഴിയാണ്. ഡിജിറ്റൽ അഴിമതിയെയും ഫലപ്രദമായി നേരിടാനുള്ള പദ്ധതിയാണിത്. അഴിമതി തടയാനുള്ള കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കും. ജനങ്ങളിൽ അവബോധമുണ്ടാക്കും.
അഴിമതിയെ പൂർണ്ണമായി നിർമ്മാർജ്ജനം ചെയ്യാനാണ് പരിശ്രമം. വിജിലൻസിനെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കും. വിജിലൻസ് മിന്നൽ പരിശോധനകൾ തുടരും. സർക്കാർ ഓഫീസുകളിലെ ഏജന്റുമാരെ പിടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വിജിലൻസ് മാനുവൽ പരിഷ്കരിക്കാൻ തീരുമാനിച്ചതായും ആഭ്യന്തരമന്ത്രി അറിയിച്ചു. ഇതിനുള്ള കരട് തയ്യാറാക്കിയിട്ടുണ്ട്. വിജിലൻസ് മേധാവി തയ്യാറാക്കിയ കരട് പരിശോധിച്ച ശേഷം മാനുവൽ പരിഷ്കരണത്തിന് അന്തിമ രൂപം നൽകും. ഉദ്യോഗസ്ഥരുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കും. അഴിമതി നിരോധന നിയമത്തിലെ ഭേദഗതി കാര്യങ്ങൾ ദുഷ്കരമാക്കിയിട്ടുണ്ടെന്നതിനാൽ അതിൽ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്നും മന്ത്രി വ്യക്തമാക്കി. അഴിമതി കേസുകൾ വേഗത്തിൽ തീർക്കണം. കേസുകൾ നീണ്ടുപോകുന്നത് ഉദ്യോഗസ്ഥരുടെ കുറ്റമല്ല. കാലതാമസം കുറയ്ക്കാനാണ് തീരുമാനം. അതിന് തക്ക രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നും അദ്ദേഹം പറഞ്ഞു. കുറ്റിക്കാട് സെന്റ് സെബാസ്റ്റ്യൻസ് ഫെറോന ദേവാലയത്തിന്റെ കേന്ദ്രസമിതിയുടെയും സെന്റ് സെബാസ്റ്റ്യൻസ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ മെഗാ ഹയർ എഡ്യൂക്കേഷൻ എക്സ്പോയും കരിയർ ഗൈഡൻസ് ഫെയർ നടത്തുമെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 30 ശനിയാഴ്ച കുറ്റിക്കാട് സെയിന്റ് സെബാസ്റ്റ്യൻസ് ഓഡിറ്റോറിയത്തിൽ F2F 2026 എന്ന പേരിൽ നടത്തുന്ന എക്സ്പോയും കരിയർ ഗൈഡൻസ് ഫെയറും രാവിലെ SSLC +2 അടക്കമുള്ള വിവിധ വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും പങ്കെടുക്കാം. കേരളത്തിലും പുറത്തുമുള്ള കോളേജുകൾ പങ്കെടുക്കും. പേര് രജിസ്റ്റർ ചെയ്യാൻ 80 78 47 44 38 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. വാർത്താ സമ്മേളനത്തിൽ ഫാദർ ലിജു പോൾ പറമ്പത്ത്, PK ആൻഡോ, PA സിജോ, MT ജെയിംസൺ, ഷാജൻ വെണ്ണാട്ടുപറമ്പിൽ, ജിമ്മി പയ്യപ്പള്ളി എന്നിവർ പങ്കെടുത്തു. സെന്റ് സെബാസ്റ്റ്യൻ കേന്ദ്ര സമിതിയുടെ നേതൃത്വത്തിലും അതുപോലെ കുറ്റിക്കാട് സെന്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂൾ, ഹൈസ്കൂള്, പരിയാരം സെന്റ് ജോസഫ് സ്കൂള് തുടങ്ങിയ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലും നടത്തപ്പെടുന്ന F2F റൈറ്റ് ടു ഫ്യൂച്ചർ മെഗാ ഹയർ എഡ്യൂക്കേഷൻ എക്സ്പോ 2026 മെയ് 30 ശനിയാഴ്ച കുറ്റിക്കാട് സെന്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തപ്പെടുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ അതുപോലെ ഈ പ്രദേശത്തെ ഒരു എഡ്യൂക്കേഷൻ ഹബ്ബാണ് കുറ്റിക്കാട്. പ്രത്യേകിച്ച് ആ പള്ളിയോടനുബന്ധിച്ച് 3 സ്കൂളുകളാണുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള പരിയാരം സ്കൂള്. ഈ കുറ്റിക്കാട് സ്കൂളിൽ തന്നെ ഏകദേശം 4000-ഓളം കുട്ടികൾ പഠിക്കുന്നു. തീർച്ചയായിട്ടും 10ാം ക്ലാസ് കഴിയുന്നവർക്ക്, +2 കഴിയുന്നവർക്കൊക്കെ എന്ത് പഠിക്കണം, എവിടെ പഠിക്കണം, എന്താണ് ഈ പഠിക്കുന്നതുകൊണ്ടുള്ള സ്കോപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് തിരിച്ചറിയാൻ, മനസ്സിലാക്കാനായിട്ടുള്ള ഒരു അവസരം കുറ്റിക്കാട് കേന്ദ്ര സമിതിയും അതുപോലെ തന്നെ അവിടെയുള്ള എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒരുമിച്ച് ഒരുക്കുകയാണ്. അസോസിയേഷൻ ഓഫ് എഞ്ചിനീയേഴ്സ് കേരള ജില്ലാ സെന്ററിന്റെ നേതൃത്വത്തിൽ അടിച്ചിൽ തൊട്ടി ആദിവാസി ഉന്നതിയിൽ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ ചാലക്കുടി ഏരിയയുടെ സഹകരണത്തോടെ അടിച്ചിൽ തൊട്ടി കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച ക്യാമ്പ് അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS സതീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് SS റോഷ്നി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ ചാലക്കുടി ഏരിയ പ്രസിഡന്റ് ഡോക്ടർ LN ജഗന്നിനാഥൻ, ഡോക്ടർ OR ലത, വെറ്റിലപ്പാറ ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജസ്ലിൻ ജോസ് എന്നിവർ സംസാരിച്ചു. ഡോക്ടർ ഹാർവിൻ ജോർജ്, ഡോക്ടർ ശ്രുതി എന്നിവരും ക്യാമ്പിന് നേതൃത്വം നൽകി. 65ഓളം പേർ പങ്കെടുത്ത ക്യാമ്പിൽ എല്ലാവർക്കും മരുന്നുകൾ സൗജന്യമായി വിതരണം ചെയ്തു. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായി ചുമതലയേറ്റ റോജി M ജോണിന് അങ്കമാലി നഗരസഭയുടെ നേതൃത്വത്തിൽ പൗരസ്വീകരണം ഒരുക്കി. TB ജംഗ്ഷനിൽ നിന്ന് CSA ഓഡിറ്റോറിയത്തിലേക്ക് മന്ത്രിയെ സ്വീകരിച്ചാനയിച്ചു. CSA ഓഡിറ്റോറിയത്തിൽ ചേർന്ന സ്വീകരണ സമ്മേളനം ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ റീത്ത പോൾ അധ്യക്ഷത വഹിച്ചു. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും ബഹുജന സംഘടനകളുടെയും മത സാംസ്കാരിക സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും പ്രതിനിധികൾ ആശംസകൾ അർപ്പിച്ചു. ശ്രീ മുഹമ്മദ് കോയ, ശ്രീ KB ജോൺ, ശ്രീ PJ ജോസഫ്, ശ്രീ ചന്ദ്രശേഖരൻ, ശ്രീ PM ജേക്കബ്,
ശ്രീ രവീന്ദ്രനാഥ്, മുൻ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ഡോക്ടർ ബിന്ദു, അങ്ങനെ കേരളത്തിന്റെ രാഷ്ട്രീയ പൊതുരംഗത്ത് പ്രഗത്ഭരായി ഞാൻ അതിൽ കാണുന്ന ഏറ്റവും വലിയ സവിശേഷത കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിമാരായി വന്നവർ എല്ലാവരും പാർട്ടിയുടെ ശ്രേഷ്ഠ നേതൃത്വം. അത് CH ആണെങ്കിലും ചന്ദ്രശേഖരാണെങ്കിലും ശ്രീ എം എ ദേവിയാണെങ്കിലും ശ്രീ ടി.എം. ജേക്കബാണെങ്കിലും ശ്രീ PJ ജോസഫാണെങ്കിലും ശ്രീ ബേബി ആണെങ്കിലും സാധാരണ വ്യത്യസ്തമായി പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടിയുടെ നേതാക്കന്മാർക്ക് വെച്ചു നൽകിയ ഒരു സ്ഥാനമാണ് വിദ്യാഭ്യാസം. കർഷകരെ ദുരിതത്തിലാക്കുന്ന രാസവള വില വർധനവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കേരള കർഷക സംഘം ചാലക്കുടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് മുന്നിൽ ധർണ നടത്തി. കർഷക സംഘം ജില്ലാ സെക്രട്ടറി PK ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി ഏരിയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KA ജോജി അധ്യക്ഷനായി. AM ഗോപി, PV ഷാജൻ, CD പോൾസൺ എന്നിവർ സംസാരിച്ചു. UPA ഗവൺമെന്റുകളും നാട്ടിലെ കൃഷിക്കാരുടെ ജീവിതത്തെ തകർത്ത് കൊരട്ടി ആറ്റപ്പാടം ഗ്രാമിക കൾച്ചറൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ആൻഡ് ലൈബ്രറിയുടെ രജത ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനവും സമാദരണ സദസ്സും സംഘടിപ്പിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് ലാലുമോൻ ചാലക്കുടി അധ്യക്ഷത വഹിച്ചു. കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ലീല സുബ്രഹ്മണ്യൻ മുഖ്യാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് UDF പാർലമെന്ററി പാർട്ടി ലീഡർ ഷോൺ പെല്ലിശ്ശേരി വിദ്യാഭ്യാസ അവാർഡ് വിതരണവും പഞ്ചായത്ത് LDF പാർലമെന്ററി പാർട്ടി ലീഡർ KC ജയരാജ് ചികിത്സാ സഹായ വിതരണവും നടത്തി. വിവിധ രംഗങ്ങളിലെ മികവിനെ തെരഞ്ഞെടുത്തവർക്ക് പ്രതിഭാ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. കലാസന്ധ്യയുടെ ഉദ്ഘാടനവും ക്ലബ്ബ് വനിതാ വിഭാഗം പ്രസിഡന്റ് ശ്രുതി അഭയ് ഉദ്ഘാടനം ചെയ്തു. ബാലവിഭാഗം പ്രസിഡന്റ് പാർവൺ K രാജീവ് അധ്യക്ഷത വഹിച്ചു. ജൂബിലിയുടെ നിറവിലാണ്. കഴിഞ്ഞ 3 ദിവസക്കാലമായി ഈ നാടിൻ്റെ വലിയ ആഘോഷമായിട്ട് ജൂബിലി ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ നാടിൻ്റെ സാമൂഹ്യ നവോത്ഥാനത്തിൽ ക്ലബ്ബുകളും വായനശാലകളും ഒക്കെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിൽ ഗ്രാമങ്ങളെ, നമ്മുടെ നാടിനെ സജീവമാക്കിയിരുന്നത് ക്ലബ്ബുകളും വായനശാലകളും ഒക്കെയാണ്. ഒരു തലമുറയെ വഴി നടത്തിയിരുന്നതും സാമൂഹ്യപരമായ ഇടപെടലിലൂടെ നാടിനെ വളർത്തിയതുമൊക്കെ ആ ക്ലബ്ബുകളിലും വായനശാലകളിലും ഒക്കെ ഉരുത്തിരിയുന്ന ചർച്ചകളും ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി അധ്യാപിക ശ്രീമതി ടീന ജോർജ് അവരുടെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. മികച്ച ക്ഷീര കർഷകയ്ക്കുള്ള അവാർഡ് ജേതാവ് ശ്രീമതി അമ്മണി രാഘവനെ ഏറെ സ്നേഹത്തോടെ, മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ ജേതാവ് അധ്യാപിക ശ്രീമതി PK ഗായത്രി ടീച്ചറെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. SKM സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു. പവന് 360 രൂപയാണ് കുറഞ്ഞത്.
1,16,520 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് ആനുപാതികമായി 45 രൂപയാണ് കുറഞ്ഞത്. 14,565 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. ആഗോള വിപണിയിൽ എണ്ണ വില ഉയർന്നതാണ് സ്വർണ്ണവിലയെ സ്വാധീനിച്ചത്. നിലവിൽ ഇന്ത്യ മുഖ്യമായി ആശ്രയിക്കുന്ന ബ്രന്റ് ക്രൂഡിന്റെ വില ബാരലിന് $100 താഴെയാണ്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന് അയവ് വരുത്തി അമേരിക്കയും ഇറാനും ഉടൻ തന്നെ സമാധാന കരാറിൽ എത്തിച്ചേരുമെന്ന പ്രതീക്ഷയാണ് എണ്ണവിലയെ സ്വാധീനിക്കുന്നത്. അമേരിക്കൻ ഡോളർ കൂടുതൽ ശക്തി ആർജിക്കുമെന്ന പ്രവചനങ്ങളും സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നുണ്ട്. US ഫെഡറൽ റിസർവ് പലിശ നിരക്ക് ഉയർത്താൻ ആലോചിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. അത്തരത്തിൽ ഒരു തീരുമാനം വന്നാൽ ഡോളറിന്റെ മൂല്യം വീണ്ടും ഉയരുമെന്ന കണക്കുകൂട്ടൽ സ്വർണ്ണവിലയിൽ പ്രതിഫലിച്ചേക്കാമെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ജനുവരി 29 രേഖപ്പെടുത്തിയ 1,31,160 രൂപയാണ് സ്വർണ്ണവിലയിലെ റെക്കോർഡ്. ഡിസംബർ 23 പവൻ വില ആദ്യമായി 1 ലക്ഷം കടന്നത്. പെട്രോൾ ഡീസൽ വില വർധനയ്ക്ക് പിന്നാലെ CNG വിലയും കൂട്ടി. കിലോഗ്രാമിന് 2 രൂപയാണ് വർദ്ധിപ്പിച്ചത്. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിൽ CNG വിലയിൽ വരുത്തുന്ന 4ാമത്തെ വർധനവാണിത്. ഇതോടെ ഡൽഹിയിൽ 1 കിലോ CNGയുടെ വില 83.09 രൂപയായി ഉയർന്നു. നോയിഡ, ഗ്രേറ്റർ നോയിഡ, ഗാസിയാബാദ് എന്നിവിടങ്ങളിൽ വില 91.70 രൂപയായും CNG വില ഉയർന്നു. ശനിയാഴ്ച CNG വില 1 രൂപ കൂട്ടിയിരുന്നു. അന്താരാഷ്ട്ര വിപണിയിൽ പ്രകൃതിവാതകത്തിനുണ്ടായ വില വർധനവും ഇറക്കുമതി ചെലവ് കൂടിയതുമാണ് വില കൂട്ടാൻ കാരണമെന്നാണ് കമ്പനികൾ പറയുന്നത്. അടിക്കടിയുള്ള വില വർധന CNGയിൽ ഓടുന്ന വാഹനങ്ങൾ ഉപയോഗിക്കുന്ന യാത്രക്കാരെ പ്രതികൂലമായി ബാധിക്കും. ഇന്ത്യൻ നേവിയിലെ വിമുക്ത ഭടന്മാർക്കും അവരുടെ ആശ്രിതർക്കുമായി പ്രശ്നപരിഹാര അദാലത്തും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിക്കും. മെയ് 29 രാവിലെ 11 മണി മുതൽ തൃശൂർ ജില്ലാ സൈനിക ക്ഷേമ ഓഫീസ് കോൺഫറൻസ് ഹാളിലാണ് അദാലത്ത് സംഘടിപ്പിക്കുന്നത്. INS വെണ്ടുരുത്തിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് ബോധവൽക്കരണ ക്ലാസ് നയിക്കുക. ഇന്ത്യൻ നേവിയിലെ എല്ലാ വിമുക്ത ഭടന്മാരും അവരുടെ ആശ്രിതരും പങ്കെടുക്കണമെന്ന് സൈനിക ക്ഷേമ ഓഫീസർ അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. +2 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം പ്രഖ്യാപിച്ചു. 77.97% വിദ്യാർത്ഥികൾ തുടർ പഠനത്തിന് യോഗ്യത നേടി. സംസ്ഥാനത്തെ പൂർണ്ണമായി അഴിമതി മുക്തമാക്കുക ലക്ഷ്യമിട്ട് പ്രോജക്ട് സീറോ കർമ്മ പദ്ധതിയുമായി ആഭ്യന്തര വകുപ്പ്. അസോസിയേഷൻ ഓഫ് എഞ്ചിനീയേഴ്സ് കേരള ജില്ലാ സെന്ററിന്റെ നേതൃത്വത്തിൽ അടിച്ചിൽ തൊട്ടി ആദിവാസി ഉന്നതിയിൽ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായി ചുമതലയേറ്റ റോജി M. ജോണിന് അങ്കമാലി നഗരസഭയുടെ നേതൃത്വത്തിൽ പൗരസ്വീകരണം ഒരുക്കി. സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു. പവന് 360 രൂപയാണ് കുറഞ്ഞത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.